ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില. ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് UPT യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിനെ കുറിച്ച് പറയാനാണ്. പലർക്കും ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. എപ്പോഴാണ് യൂറിൻ UPT ടെസ്റ്റ് പോസിറ്റീവ് ആവുക, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ നല്ലത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഇതിന്റെ ലൈൻസ് എങ്ങനെയാണ്, ഇതിന്റെ ലൈൻസിന്റെ കളറിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ടോ, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഈ UPT കിറ്റ് ഇല്ലേ, ആ കിറ്റ് എങ്ങനെയാന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു C അതുപോലെ T എന്നുള്ള ലെറ്റർ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ യൂറിന് ആ ഒരു ഡ്രോപ്പറിൽ നമ്മൾ ഒരു 2 to 3 ഡ്രോപ്സ് ഒക്കെ മതി. അതിന് ഇൻസ്ട്രക്ഷൻസ് അതിന്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ C എന്താ, T എന്താണ്? C എന്ന് പറയുന്നത് കൺട്രോൾ ആണ്, T എന്ന് പറയുന്നത് ടെസ്റ്റ് ആണ്. കൺട്രോൾ എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ടെസ്റ്റിന്റെ കിറ്റ് ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അത് ടെസ്റ്റ് വർക്കിംഗ് ആണോ, അത് ഫൈൻ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കൺട്രോൾ കൊടുത്തിട്ടുള്ളത്. അത് കൺട്രോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിന്റെ കിറ്റും വർക്കിംഗ് ആണ്. സോ നമ്മൾ അതിനകത്ത് ഡ്രോപ്സ് ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. രണ്ടിലും നമുക്ക് കാണാൻ പറ്റും. ഇനി എവിടെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇത് ഫെയിന്റ് ലൈൻഡ് ആയിട്ട് കാണും. അതായത് കുറഞ്ഞ കളർ, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ C ഭയങ്കര ഡാർക്ക് ഉണ്ടാവും, ഈ പറയുന്ന ടീന്റെ കളർ എന്ന് പറയുന്നത് കുറച്ച് ഫെയ്ഡ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സംശയമാണ് വെദർ പ്രഗ്നന്റ് ആണോ അല്ലെങ്കിൽ ഇത് പോസിറ്റീവ് ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. ഏത് ടൈമിലുള്ള യൂറിൻ ആണ് ഏറ്റവും നല്ലതെന്ന് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏർലി പ്രഗ്നൻസി ടൈമിലൊന്നും മിസ് ആവാതിരിക്കാൻ. കാരണം നമുക്ക് ഈ ഒരു പോസിറ്റിവിറ്റി തരുന്നത് β-HCG എന്ന് പറയുന്ന ഹോർമോൺ ആണ്. യൂഷ്വലി അത് ബ്ലഡിലാണ് ഫസ്റ്റ് കണ്ടു തുടങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നല്ലതെന്ന് പറയുന്നത്. പിന്നെയാണ് നമുക്ക് യൂറിനിൽ ഇത് എക്സ്ട്രേറ്റ് ചെയ്യുന്ന അനുസരിച്ച് യൂറിനിൽ നമുക്ക് β-HCG ആണ് ശരിക്കും ഈ ഒരു കിറ്റിൽ കാണിക്കുന്നത്. ഇനി ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ ആണ് നല്ലതെന്ന് പറയുന്നതിന് കാരണം നമുക്കിപ്പോ ഏർലി പ്രഗ്നൻസിയിലൊക്കെ നമ്മുടെ യൂറിനിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ β-HCG കാണണമെന്നില്ല. അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആണ് എപ്പോഴും ബെസ്റ്റ്. ഏതൊരു നമ്മൾ ഏർലി മോർണിംഗിൽ എടുക്കുന്ന സാമ്പിൾ ഓറൽസ് നമ്മൾ ഒരു 4 മണിക്കൂറോ ഒക്കെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വെള്ളം കുടിക്കുന്ന കുറേ, അല്ലെങ്കിൽ നമ്മളത് യൂറിൻ ഒന്ന് വാഷ് ഔട്ട് ചെയ്യാതെ അവോയ്ഡ് ചെയ്യാതെ നിൽക്കുന്ന സമയത്തും ചെയ്യുന്നതും ബെസ്റ്റ് ആണ്. അത് എപ്പോഴായിരുന്നു ഒരു 6 വീക്കിന് മുന്നേ നമ്മൾ എന്താ പറയാ ടെസ്റ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാത്ത സമയത്ത് β-HCG എന്തായാലും 48 മണിക്കൂർ കൂടുന്നതിനനുസരിച്ച് ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് യൂറിനിൽ പോസിറ്റീവ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, UPT ടെസ്റ്റ് നമുക്ക് പോസിറ്റീവ് കിട്ടി, നല്ല ഡാർക്ക് ലൈൻ കിട്ടിയാൽ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് കൺഫേം ആണ്. ഇനി രണ്ടാമത്തെ കേസ് ഒരു സിറ്റുവേഷൻ എടുക്കാന്ന് നമുക്ക് പീരിയഡ്സ് ആയിട്ടില്ല, പീരിയഡ്സിന്റെ ഡേറ്റ് തെറ്റി, അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് UPT നെഗറ്റീവ് ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ കൺഫേം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. അതും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് നെഗറ്റീവ് ആണെന്ന് കൺഫേം ചെയ്യാവൂ. കാരണം ഒരുപാട് ഫാൾസ് നെഗറ്റീവും വരാവുന്ന സാധ്യത കൂടുതലാണ്. വീക്ക് പോസിറ്റീവിന്റെ കേസുകൾ പറയുകയാണെങ്കിൽ യൂറിന് ഡ്രൈ ആയിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത് ഒരു കണ്ടീഷനായിട്ട് നമുക്ക് കാണാം. ഒന്നില്ലെങ്കിൽ ലേറ്റ് ആയിട്ടാവാം അത് പോസിറ്റിവിറ്റി കാണിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഫെയിന്റ് ലൈൻ കാണാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എക്ടോപിക് പ്രഗ്നൻസി. എക്ടോപിക്കിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ രീതിയിലൊരു എന്താ പറയാ, അതായത് നമ്മുടെ യൂട്രസിലല്ലാതെ ഈ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് നല്ലൊരു സ്ഥലത്ത് ഒട്ടിപ്പിടിക്കുന്നതിന് പകരം അത് ട്യൂബിലോ മറ്റെവിടെയെങ്കിലൊക്കെ പോയിട്ട് ഈ പറയുന്ന പോലെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാലും ചെറിയ രീതിയിൽ നമുക്കത് ഒരു ഫെയിന്റ് ലൈൻ വീക്ക് പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും. മറ്റ് കേസ് എന്ന് പറയുന്നത് അബോഷൻ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിസ്കാരേജ്. അബോഷൻ എന്നല്ല, നമ്മൾ സ്പോട്ടിംഗ് പോലെ കാണുന്നുണ്ട്. ഈ കാർഡ് ടെസ്റ്റ് നോക്കുമ്പോൾ കാർഡ് ടെസ്റ്റിനകത്ത് പോസിറ്റീവ് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ പാഡിലൊക്കെ നമുക്ക് സ്പോട്ടിംഗ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇതിന് ഏർലി മിസ്കാരേജ് ആണ് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെ ഈ ഒരു ഫെയിന്റ് ലൈനിന്റെ വീക്ക് പോസിറ്റിവിറ്റിയിലായിട്ട് നമുക്ക് കൂടുതൽ ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഏർലി മോർണിംഗ് യൂറിൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഏർലി ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ലാസ്റ്റ് പീരിയഡ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഒരു 6 വീക്സ് ഒക്കെ ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് യൂറിനിലും കുഴപ്പമില്ല. കാരണം നമ്മുടെ β-HCG എന്തായാലും ഹൈ ആയിട്ട് ഡബിൾ ആയിട്ടുണ്ടാവും. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കേണ്ടത്, ആ ഒരു നിശ്ചിത ടൈം ഉണ്ട്, അതിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ. അതിനകത്ത് 2 മിനിറ്റിനുള്ള വെയിറ്റ് ചെയ്യാൻ പറയുന്നതായിരിക്കും. എന്തായാലും ഓവർ ഒരു 10 മിനിറ്റിന് അപ്പുറം നമ്മൾ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഒരു 5 മിനിറ്റ് ആണ് നമ്മൾ പറയാറ്. 2 to 5 അതാണ് അതിന്റെ ഒരു ടൈം. അതിൽ പറയുന്ന പോലെ 2 to 3 ഡ്രോപ്സ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൺട്രോൾ ലൈൻ കാണിക്കുന്നുണ്ടോ നോക്കണം. കൺട്രോൾ ലൈൻ കാണിക്കുന്നുണ്ടെങ്കിലാണ് അത് വർക്കിംഗ്, ആ കിറ്റ് എല്ലാം കൊണ്ടും ഓക്കെ ആണെന്ന് മനസ്സിലാവുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.